ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ ലാലേട്ടൻ അവിടെയുള്ള എല്ലാവരോടുമായിട്ട് ചോദിക്കുന്നുണ്ട്, ഗബ്രിയും നമ്മുടെ ജിൻഡോയും വീട്ടിലേക്ക് വരാൻ താല്പര്യമുണ്ടോ ഇല്ലേ എന്ന്. അപ്പോൾ താല്പര്യമില്ലാത്തവർ പറയാൻ ലാലേട്ടൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ താല്പര്യമുണ്ടെങ്കിൽ അത് പറയാൻ ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ റസ്മിൻ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, ജിൻഡോ വരണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഗബ്രി തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട് ലാലേട്ടന്. ലാലേട്ടൻ പറയും അങ്ങനെ ഒരാളെ പേരൊന്നും പറയാൻ പറ്റില്ല, പറയുകയാണെങ്കിൽ രണ്ടാളെ പേരും പറയണമെന്ന് പറയും. ജാസ്മിൻ എഴുന്നേറ്റ് പറയുന്നുണ്ട്, ജാസ്മിൻ എന്തായാലും ഗബ്രി വരണം, അപ്പം കൂടെ ജിൻഡോയും കൂടി വന്നോട്ടെ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ 2-3 പേര് ഇവർ വരണമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ വരണ്ട എന്ന് പറയുന്നത് നോറ മാത്രമാണ്. നോറ പറഞ്ഞു ഇവർ 2 പേരും വരണ്ട, ആവശ്യമില്ല, ലാലേട്ടന് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് എല്ലാവരും പറഞ്ഞ മറുപടിക്ക് എതിരായി നോറ പറഞ്ഞു. ഇവിടെ നോറയെ 2 രീതിയിൽ കാണാം. ഒന്നെങ്കിൽ നോറ സത്യസന്ധമായും തനിക്ക് പറയാനുള്ള നിലപാട് ഉറക്കെ എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറഞ്ഞു, എനിക്ക് അവരോട് ദേഷ്യമുണ്ട്, അതുകൊണ്ട് അവർ തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്ന് നോറ വിളിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ നോറ ഒന്ന് വ്യത്യസ്തമാകാം, എല്ലാവരുടെയും അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കാമെന്ന് കരുതി ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്ക്രീൻ പേസിന് വേണ്ടി പറഞ്ഞു. ഇതിൽ രണ്ടുമാകാം. എന്നിരുന്നാലും നോറ ആദ്യം പറഞ്ഞതിനോടാണ് ഞാൻ യോജിക്കാൻ ഏകദേശം ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാവരും അവിടെ ആർക്കും ആഗ്രഹമില്ല ഇവർ രണ്ടുപേരും തിരിച്ചു വരണം. ഗബ്രി തിരിച്ചു വരണമെന്ന് അവിടെ ഋഷിക്ക് ആഗ്രഹമില്ല, അൻസിബയ്ക്ക് ആഗ്രഹമില്ല, ശ്രീധുവിന് ആഗ്രഹമില്ല, ശരണ്യയ്ക്ക് ആഗ്രഹമില്ല. അങ്ങനെ അവിടെ ഒട്ടുമിക്ക ആർക്കും ഇഷ്ടമില്ല. അതുപോലെ തന്നെ ജിൻഡോ തിരിച്ചു വരണമെന്ന് റസ്മിന് ആഗ്രഹമില്ല, നമ്മുടെ ശരണ്യയ്ക്ക് ആഗ്രഹമില്ല, ശ്രീധുവിന് ആഗ്രഹമില്ല. അതുപോലെ തന്നെ അവിടെയുള്ള ആർക്കും അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. പക്ഷെ അവരാരും ഇതൊന്നും തുറന്നു പറഞ്ഞില്ല. പക്ഷെ അവിടെ ഇത് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചത് നമ്മുടെ നോറ മാത്രമാണ്. അപ്പോൾ ആ ധൈര്യം കാണിച്ചത് സമ്മതിക്കന്നെ വേണം. കാരണം ബാക്കിയുള്ളവരെല്ലാം അവിടെ പേടിച്ച് മിണ്ടാതിരുന്നപ്പോൾ നോറ ധൈര്യത്തോടെ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. അതിന് കയ്യടി അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതുപോലെ ഒറ്റയ്ക്ക് നിന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ കഴിവുള്ള ആളുകൾ അവിടെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറയുമ്പോൾ അത് അഭിനന്ദിക്കുക തന്നെ ചെയ്യേണ്ട കാര്യമാണ്.